ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. അത് നമ്മുടെ രഹനയെ കാര്യം തീർത്തു ഉമ്മ, മൻസൂർ പറഞ്ഞു. ഞമ്മളറിയാതെയോ? ഖദീസ ചോദിച്ചു. അതെ, അവരാരും അറിയാതെ പള്ളിയിൽ ഒരു കത്ത് കൊണ്ടുവന്നു കൊടുത്തൂന്ന്. നീ ഇതെങ്ങനെ അറിഞ്ഞു മൻസൂറേ? ഷഹന ചോദിച്ചു. എന്നോട് അസങ്കാക്കയാ പറഞ്ഞത്. മൂപ്പരാണല്ലോ പള്ളി കമ്മിറ്റി സെക്രട്ടറി. നാട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ രഹന അയൽവാസികൾക്കൊപ്പം പങ്കെടുക്കുന്നു. കല്യാണ പന്തലിൽ വെച്ച് അവൾ അക്ബറിനെ കാണുന്നു. അവർ അടുത്തടുത്ത് നിന്നെങ്കിലും മുഖത്തോട് മുഖം നോക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ രഹന ഉമ്മയോടും ഷഹനയോടും വിശേഷങ്ങൾ പറഞ്ഞു. ഞാൻ കല്യാണപ്പരയിൽ അക്കുനെ കണ്ടു ഉമ്മ, അവൾ ജ്യേഷ്ഠത്തിയോടും ഉമ്മയോടും പറഞ്ഞു. അവനെ കണ്ടോ? നായിന്റെ മോൻ! ഖദീസ മുറ്റത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഇത് കണ്ട രഹനക്ക് അല്പം ദേഷ്യം വന്നു. എന്താ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അക്ബർ എന്റെ ഭർത്താവാണ്, അവൾ പറഞ്ഞു. അത് കാര്യം തീർത്താ തീരുന്ന ബന്ധമല്ലേ രഹന? ഷഹന ചോദിച്ചു. അതിന് അക്കു എന്നെ കാര്യം തീർത്തിട്ടില്ലല്ലോ. അക്കു നിന്നെ കാര്യം തീർത്തിരിക്കുന്നു ഷഹന. ഹായ് ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. അത് നമ്മുടെ രഹനയെ കാര്യം തീർത്തു ഉമ്മ, മൻസൂർ പറഞ്ഞു. ഞമ്മളറിയാതെയോ? ഖദീസ ചോദിച്ചു. അതെ, അവരാരും അറിയാതെ പള്ളിയിൽ ഒരു കത്ത് കൊണ്ടുവന്നു കൊടുത്തൂന്ന്. നീ ഇതെങ്ങനെ അറിഞ്ഞു മൻസൂറേ? ഷഹന ചോദിച്ചു. എന്നോട് അസങ്കാക്കയാ പറഞ്ഞത്. മൂപ്പരാണല്ലോ പള്ളി കമ്മിറ്റി സെക്രട്ടറി. നാട്ടിൽ നടക്കുന്ന ഒരു കല്യാണത്തിൽ രഹന അയൽവാസികൾക്കൊപ്പം പങ്കെടുക്കുന്നു. കല്യാണ പന്തലിൽ വെച്ച് അവൾ അക്ബറിനെ കാണുന്നു. അവർ അടുത്തടുത്ത് നിന്നെങ്കിലും മുഖത്തോട് മുഖം നോക്കുന്നില്ല. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ രഹന ഉമ്മയോടും ഷഹനയോടും വിശേഷങ്ങൾ പറഞ്ഞു. ഞാൻ കല്യാണപ്പരയിൽ അക്കൂനെ കണ്ടു ഉമ്മ, അവൾ ജ്യേഷ്ഠത്തിയോടും ഉമ്മയോടും പറഞ്ഞു. അവനെ കണ്ടോ? നായിന്റെ മോൻ! ഖദീസ മുറ്റത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഇത് കണ്ട രഹനക്ക് അല്പം ദേഷ്യം വന്നു. എന്താ ഉമ്മ ഇങ്ങനെ ഒക്കെ പറയുന്നത്? അക്ബർ എന്റെ ഭർത്താവാണ്, അവൾ പറഞ്ഞു.